മിസ്റ്റർ ജോസഫ് അലക്സ്, നിങ്ങൾ ഈ ഫയൽ കണ്ടോ? ജില്ലയിൽ ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് സർക്കാരിന് ലഭിച്ച പരാതികളാ ഇത് നിറച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം. യു ആർ ടു മച്ച്, ടു മച്ച്. ഇയാളോട് ഇങ്ങനെ മൈൽഡായിട്ട് കാര്യമൊന്നുമില്ല സിഎം. ഫോറൻസിക് സെന്ററിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് മന്ത്രി ജോൺ വർഗീസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായത്. അതായത് വായിച്ച് മെനക്കെടണമെന്നില്ല സർ. ക്രമസമാധാന പ്രശ്നങ്ങളിൽ വഴിവിട്ട തിടുക്കം, ഡേ ടു ഡേ ഇഷ്യൂസിൽ പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരുടെയും മുറയിൽ വറ്റിച്ചു കളയുന്ന തരത്തിലുള്ള മേൽക്കോയ്മ ശ്രമം. ഓൾ ടുഗദർ ആൻ ഇഗ്നോമിനിയസ്, ഇംപെർട്ടിനന്റ്, ഇംപ്രൂഡന്റ് ആൻഡ് ഇഗ്നോക്ലാസ്റ്റിക് ഓഫീസർ. നിന്ദിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്? അങ്ങനെ നാവിട്ടടിച്ച് കേമനാവാൻ നോക്കണ്ട. കം ടു ദ പോയിന്റ്. ഈ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സമാധാനവും തകരാറാക്കിയാണ് അയച്ച് അനക്കെതിരെ. ഓ, എന്തൊരു കാറ്റ്! അല്ല, നല്ല കാറ്റേ. എന്താ പൊട്ടം കളിക്കുക? അയ്യോ അല്ല സാർ, സ്വന്തം സമുദായത്തിലെ പട്ടിണി പാവങ്ങളെ പൊട്ടം കളിപ്പിച്ച് ദൈവനാമത്തിൽ അധികാരത്തിലേറുകയും പിന്നെ അഴിമതി വ്യവസായം കൊണ്ട് മൈസൂരിലും മംഗലാപുരത്തും മലപ്പുറത്തും എല്ലാം പഴയ കൊട്ടാരങ്ങൾ വിലക്കെടുത്ത് ഹെറിറ്റേജ് ഹോട്ടലിൽ കെട്ടിപ്പടുക്കുകയും മാത്രം ശീലമുള്ള അങ്ങയ്ക്ക് ഈ കലാപരിപാടികൾക്കെല്ലാം പുറമെ ഇപ്പോ ജനക്ഷേമത്തിനും കൂടെ താല്പര്യമുണ്ടെന്ന് കേൾക്കുമ്പോൾ ക്ഷമിക്കണം സാർ, പെട്ടെന്ന് എനിക്കതൊരു ഷോക്കായിപ്പോയി. നൗ ഐ എം ഓൾ റൈറ്റ്. വിത്ത് ഗുണം. തന്റെ വലിയ അലക്സാണ്ടർ ആണെന്നുള്ള അഹങ്കാരമാണ് സിഎം ഇയാൾക്ക്. ഇല്ല സാർ, അലക്സാണ്ടറുടെ മകനായി പിറന്നു പോയതൊരു മഹാസംഭവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്. ഒരൊറ്റ അലക്സാണ്ടറേ ഉള്ളു താനും. അല്ലാതെ അപ്പനെ ചോദിച്ചാൽ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വർക്കിച്ചായന്മാരിൽ ആരെ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള കൺഫ്യൂഷനൊന്നും എനിക്കുണ്ടാകാറില്ല. നോ, ലെറ്റ്സ് നോട്ട് ഡെൽവ് ഇൻടു ദ ഡീറ്റെയിൽസ്. ഇനി പറഞ്ഞാൽ എന്റെ ഈ നാവ് കൂടെ നാറും. ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് ഞാൻ അവസാനമായിട്ട് പറയുക, ഡൽഹിയിൽ ഒരു നല്ല പോസ്റ്റ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സസിൽ അഡീഷണൽ ഡയറക്ടർ. തന്റെ ഈ ടേസ്റ്റിന് ചേരും. പ്രോപ്പർ ചാനലിൽ ഞാനൊന്ന് ശുപാർശ ചെയ്താൽ? വേണ്ട സർ, അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തിറക്കുന്ന ഈ സൂത്രം ഉണ്ടല്ലോ, ഒരുമാതിരി ആവണക്കണ്ണയിൽ കടവറങ്ങിയവന്റെ നയം. അനുരഞ്ജനം, ഐ വുഡന്റ് ബൈറ്റ് ഇറ്റ്. പാവം. എന്നെ നാട് കടത്താനാണ് ഉദ്ദേശമെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഗ്രഹമെടുത്ത് മനസ്സിൽ വെച്ച് സിന്ദാബാദ് വിളിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് വേദനിക്കും സർ. ഇന്ന് അങ്ങയുടെ നേർക്കൊരു ചെറുവിരൽ പോലും ചൂണ്ടാൻ മടിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെട്ടിയിൽ കൊത്തിവെക്കാൻ അങ്ങേക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സാർ. കള്ളനെന്നല്ല, കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന്. അന്ന് പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടുരിഞ്ഞു പോയവന്റെ ഗതികേടുണ്ടാവും സാർ അങ്ങേക്ക്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. അരേ വാ 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 വാ. What a bombastic explosion! Such a terrific discourse! മുൻപിൽ ഒരു മൈക്കും മൈതാനവും പുരുഷാരവും കൂടി വേണ്ടിയിരുന്നു ജോസഫ്. You could have scored them. Scored like hell. അയ്യോ, മുഖ്യമന്ത്രിയുമായൊരു മുഖതാവിന് മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നു സാർ. ആഹാ, കണ്ടോ കണ്ടോ, ആ മൂക്കിന് താഴെ മൗനം കിടന്ന് തിളയ്ക്കുന്നു. കഷ്ടം. ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ക്ഷോഭിക്കല്ല സാർ വേണ്ടത്. ഇയാളെപ്പോലുള്ളവരേതാ ഇങ്ങനെ തോളത്ത് തട്ടി അനുമോദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഈ കളക്ടറുടെ കുപ്പായം അഴിച്ചു ഒപ്പിച്ചിട്ട് പിടിച്ച് പാർട്ടി ടിക്കറ്റും കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് എടുത്ത് ജയിപ്പിച്ചെടുക്കണം. പറ്റിയ മന്ത്രിയാക്കണം. അതോടെ തീരും പിഴച്ചോളും. നട്ടലുള്ളവൻ നാറിയാ പിന്നെ പരമ നാറിയാ സാറേ. ഈ ജനിസിലൊരുത്തൻ കോന്തം കൊല്ലത്ത് പോയതുപോലെ കേന്ദ്രമന്ത്രിയായിട്ട് ഒരാളിരുന്നില്ലേ, അതുപോലെ അല്ലേ തേവള്ളിപ്പറമ്പൻ? ഇവറ്റകളോടൊന്നും വായിട്ടടിച്ചിട്ട് കാര്യമില്ലടൂ. നാട് നന്നാവില്ല. പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, താൻ നന്നാവും. കണ്ടില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. Correct. And now you have dared to challenge both my power and my business. പക്ഷേ എടോ, ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടിയറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാബ് കമാൻഡ്സ്. ഭരണം പോയാ പിന്നെ ഖദറിന് കഞ്ഞു പിഴിയാനുള്ള ശേഷി പോലും ബാക്കിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ എംബോക്കിയറുണ്ടല്ലോ, അവരെ മുഴുവൻ ഞാൻ കാറും ബാറും പൂത്ത കാശും കൊടുത്ത് തിരിച്ചെടുക്കും. ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാൻ പഠിച്ച പട്ടികൾ ഒരുപാടൊന്നുമില്ലാത്ത എന്റെ പാർട്ടിയില്
I will emerge. I will emerge as the omnipotent. പാർട്ടിയിലെ സർവശക്തൻ. So, be there. I will warn you. അന്ന് ഈ രാജ്യത്തെ ഏത് കേറിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിപ്പിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. The most belligerent officer around. എന്നും എപ്പോഴും യുദ്ധസന്നദ്ധൻ. I will lift you. എന്റെ മുകളിലേക്കല്ല, എന്റെ തോളപ്പുമല്ല, beneath me. എന്റെ കസേര ചുവട്ടിൽ എന്നെ അനുസരിച്ച് നീ ഉണ്ടാവണം. ഉണ്ടാവും. As my personal secretary in Delhi. Wait until then. It is as simple as that. Yes. I will oblige. ഡൽഹിയിലെ പരമപദത്തിലേക്ക് ചുവട് വെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ നിന്റെ കസേര ചുവട്ടിൽ ഞാൻ ഉണ്ടാവും. നിന്റെ വിധേയനായിട്ട്, നിന്റെ ഭൃത്യനായിട്ട്, or as your most obedient dog. You can keep my word for that. And mind you, it is as simple as that. കോർപ്പഡയുടെ കീപ്പിന്റെ ബർത്ത്ഡേ പാർട്ടിയാ. 9th August 1987. അടിച്ച് കോങ്കിയായിട്ട് ഈ മോഡലുവിന്റെ നെഞ്ചത്തോട്ടം നിന്ന് കയറാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഗോസിപ്പ് കോളത്തിന് ഇങ്ങനെ ഒരു ഹോട്ട് കവറേജ് വരില്ലായിരുന്നു. That's sheer coincidence and luck. അല്ലേ? അപ്പോ കോർപ്പറേറ്റ് രഹസ്യങ്ങൾ ചോർത്താൻ മാത്രമല്ല, ഇതുപോലെയുള്ള തറവേലകൾക്കും പറ്റും നിന്റെ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഔട്ട്ഫിറ്റ്. കമാ. പിന്നെ എന്തൊക്കെയാണ് ടിപ്സ് ഫ്രം യുവർ ബോംബെ ഓഫീസ്? ടെൽ മീ. और ये है विक्रम परमानंद खोरपड़े. ഇതവന്റെ ജീവചരിത്രം. 15ാമത്തെ വയസ്സിലാണ് ഇപ്പോ ഇവൻ ആദ്യം അകത്ത് പോകുന്നത്. വെറും 1000 രൂപ കൂലിക്ക് ഒരു ടെക്സ്റ്റൈൽ യൂണിയൻ ലീഡറിനെ പുറകിൽ നിന്ന് കുത്തി മലർത്തിയതിന്. ഇത് ഫെറ വയലേഷൻ കേസ് 1989. അന്ന് പക്ഷേ കോടതി മുറിക്കകത്ത് ജഡ്ജി അടക്കം സകലവനെ വെടിവെച്ചിട്ടിട്ട് ഇവനെ രക്ഷപ്പെടുത്തി കളഞ്ഞു. സമീർ പട്ടേലിന്റെ ആൾക്കാർ. Then who is this beggar? ഇവൻ അനന്തൻ, അനന്തശങ്കർ അയ്യർ, വിക്രമിന്റെ ഫസ്റ്റ് ഹെഞ്ച്മാൻ. മലയാളിയാ, നല്ല ഒറിജിനൽ പാലക്കാട് പട്ടർ. പക്ഷേ കയ്യിലിരിപ്പ് മുഴുവൻ നോൺ വെജിറ്റേറിയനാ. വാണ്ടഡ് ബൈ IB ആൻഡ് ബോംബെ പോലീസ്. 93 കൗണ്ടർ റൈഡ്സിൽ ഭയങ്കര ചേരി ഇവിടെ ഒറ്റയ്ക്ക് ബോംബ് വെച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. പിന്നെതാ ഇതിവന്റെ ഹസ്തരേഖാശാസ്ത്രം. Testify? യെസ് ജോസഫ്. മധുവിന്റെ എന്റെ അനിയന്റെ മരണത്തിന് പിന്നിൽ ഇവനാണ്. സോ ആദ്യം ഇവൻ, പിന്നെ വിക്രം, കമ്മീഷണർ ശങ്കർ, അത് കഴിഞ്ഞാൽ MP ജയകൃഷ്ണൻ. സർ, ഷാൽ വി? യെസ്. പക്ഷേ അവരിലേക്കെല്ലാം എത്താൻ നമുക്കൊരു ഷോർട്ട് കട്ട് വേണം. ദാറ്റ് കുഡ് ബി ദാ ഇവൻ. ടു മേക്ക് എ ഡെന്റ്. യെസ്, ഇബ്രാഹിം ജലാൽ. Mr. Ibrahim Jalal? Hi. Hello. I'm Gopika. Gopika Menon. അത് നമ്മള്
തമ്മിൽ പരിചയമൊന്നുമില്ല. ബട്ട് നാളെ ഈ രാജ്യം ഭരിക്കാനുള്ള ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? സോ എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. യു മീൻ? ഈവൻ ലാസ്റ്റ് വീക്ക് ഐ സോ യു MP ജയകിഷിന്റെ ഒപ്പം എയർപോർട്ടില്. ഓ യു ഓൺ ദിസ് ഹോട്ടൽ? ഇല്ലില്ല, MPD ആണ് ഹോട്ടൽ. ഞാൻ വെറും ഡയറക്ടറാ. ഓ ഗോഡ്, ദാറ്റ്സ് ടു അൺഅസ്യൂമിങ്. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ, ഗോപിക മേനോൻ. ആ, പിന്നെതാ ഇവിടെ എന്താണെന്നല്ലേ, പാർലറിൽ പോയിട്ട് തിരിച്ചു വന്നതാ. നോക്കിയപ്പോ മൈ കാർ ഇസ് ഡെഡ്. ഡാം ഇറ്റ്. സോറി ട്ടോ. അല്ല മിസ് ഗോപിക, എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓ പ്ലീസ് നോ, വെറുതെ ബുദ്ധിമുട്ടാവും. ലിഫ്റ്റ് ചോദിക്കാനൊന്നും അല്ല ഞാൻ. റൈറ്റ്, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. അയ്യോ പ്ലീസ്. പ്ലീസ് ഡോണ്ട് സേ നോ. യെസ്. താങ്ക് യു. ഗെറ്റ് ഇൻസൈഡ്. നല്ല കീറ് വണ്ടി കേട്ടോ, അടിപൊളി. പിന്നെ എന്ത് ചെയ്യുന്നു ഗോപിക? വാറ്റ്? ഏ വാറ്റില്ലേ, വാറ്റ്, ചാരായം. ലുക്ക്, വി ആർ ഇൻ ദ ബൂസ് ലൈൻ. അച്ഛനെ കേട്ട് കാണും, KS മേനോൻ. ബാംഗ്ലൂരിലെ മലയാളി ലിക്കർ ബാരൻ, KSR ഗ്രൂപ്പ്സ് ഡിസ്ലറീസ്. ഇവിടെ മുത്തശ്ശിക്ക് സുഖമില്ലെന്നറിഞ്ഞ് വന്നതാ. തറവാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ അങ്കിളിന്റെ കാറും എടുത്ത് വെളിയിൽ ചാടിയതാ ഞാൻ. ജസ്റ്റ് ഫ്രീക്ക് ഔട്ട്. ബാംഗ്ലൂരിലാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയുന്നല്ലേ? പ്രീക്ക് ഞാൻ പഠിച്ചത് ഇവിടെയാ. അപ്പൊ കണ്ടിട്ടുണ്ട് കോളേജിലെ സമരത്തിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ചെത്തി ഷൈൻ ചെയ്ത്. ഓ ഗോഡ്, ഇങ്ങനെ ചിരിക്കല്ലേ പ്ലീസ്. ആ, ഇവിടെ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഒരു 20 minutes ഡ്രൈവ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ യു കെൻ ഡ്രോപ്പ് മീ ദേർ. ഓ ഷുവർ. പിന്നെ ഇഫ് യു ആർ നോ ഹറി, നമുക്കിവിടെ വെറുതെ സംസാരിച്ചിരിക്കാം. ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല അവിടെ. ഇറ്റ്സ് എ റിമോട്ട് പ്ലേസ്. കം. വെരി നൈസ് പ്ലേസ്. അതെ അതെ, വെരി വെരി നൈസ് പ്ലേസ്. കാശ്മീർ തോറ്റു പോകും. ഏയ് എന്താ ഇത്? ചിമിക്ക് പോകരുത് ഗോപിക പ്ലീസ്. അവന്റെ അമ്മയുടെ ഗോപിക. ഇങ്ങോട്ട് വേടാ, ഒരു ശ്രീകൃഷ്ണൻ വന്നിരിക്കുന്നു. Bye. Wet dreams, baby. Oh God, sir, ഞാൻ. No, it's my turn. Thank you. And I'm sorry too. But why, sir? For what? ഇങ്ങനൊരു വേഷം കെട്ടിച്ചതിന്. Oh, come on. I loved it. Why? ഈ വേഷം കെട്ടിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല. But since you made me do it. പറയുന്നത് അപ്പാടെ അനുസരിക്കാൻ ഇങ്ങനൊരു അവസരം തന്നതിന്. And sir, I'm afraid I'm falling in. Hey. Thank you. Bye. Mary. Bye. മാലി മോഡലിൽ ഒരു അസല് ചരക്ക് വന്ന് മലന്ന് വീണെന്ന് വിചാരിച്ചിട്ടെടുക്കാം വലിച്ചു വിരിഞ്ഞില്ലടാ ഇബ്രാഹിം ബലാലെ. പ്ലീസ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവനെ വേണം ഞങ്ങൾക്ക്. ഇയാൾ ആരാണ്? എനിക്കറിയില്ല ഇയാളെ. പ്ലീസ്
സമ്മതിച്ചു, നിനക്കറിയില്ല, പക്ഷേ ഇവനെ ഞങ്ങൾ അറിയും. അനന്തൻ. ഇവന്റെ ഈ ചെരച്ചു വടിച്ചു വരമ്പിറക്കി വെച്ചിരിക്കുന്ന തലയ്ക്ക് ബോംബെ ഇന്റലിജൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന വില എന്താ നിനക്കറിയുവോ? 5 ലക്ഷം, 5 ലാഖ് റുപ്പേ. എന്താ, ഒരു ഇൻഫോമറുടെ വേഷം കെട്ടാൻ താല്പര്യമുണ്ടോ യുവ തുർക്കിക്ക്? നോ, നോ ചാൻസ്. താല്പര്യമുണ്ടാവില്ല അല്ലേ മിസ്റ്റർ ജലാൽ? ഞാൻ വൈ യു വാണ്ട് സം വാട്ടർ? ജസ്റ്റ് വെയിറ്റ്. നഗരത്തിലെ നക്ഷത്ര ഹോട്ടലിൽ ബിനാമി ഉടമസ്ഥാവകാശം, സുൽത്താൻ ബത്തേരിയിൽ സ്വർണം വിളയുന്ന കാപ്പിത്തോട്ടം, ബേപ്പൂരിൽ സ്വന്തം പേരിൽ ഫിഷിംഗ് ബോട്ടുകൾ, പിന്നെ വട്ടച്ചെലവിന് സിറ്റിയിൽ 3-4 പട്ടഷാപ്പുകൾ. ഹരവയറൂണിന്റെ സമൃദ്ധിയിൽ നിന്നും ഇങ്ങനെ ആകാശം വരെ എടുത്തുയർത്താൻ കനിവും കരുണയും കാണിച്ച അന്നദാതാവിന്റെ ദ മോസ്റ്റ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റിന് ഇപ്പോ 5 ലക്ഷം എന്നൊന്നും കേട്ടാൽ മോഹാലസ്യമൊന്നും വരില്ല അല്ലേ ജലാൽ? സോ കമോൺ, ബി എ ഗുഡ് ബോയ്. എവിടെയുണ്ട് അനന്തൻ? പറയണം. ജേർണലിസ്റ്റ് മധുവിന്റെയും ഡോക്ടർ വിജയിന്റെയും ബ്രൂട്ടൽ മർഡറിന്റെ പിന്നിലെ യെസ്, ദാറ്റ്സ് ഇറ്റ്. നിനക്ക് അനന്തനെ അറിയാം, നിനക്കെല്ലാം അറിയാം. അല്ലെങ്കിൽ കൊലപാതകമെന്ന് കേൾക്കുമ്പോ നീ ഇങ്ങനെ നടുങ്ങില്ല. പറയണം, എവിടെയുണ്ട് ഇവൻ? സാർ പ്ലീസ്, എനിക്കൊന്നും അറിയില്ല സാർ. പറയാം സാർ, പ്ലീസ് പറയാം സാർ. Damn it! Damn it! Damn it! നമുക്കെതിരെ അനന്തം മൊഴി കൊടുക്കാൻ പാടില്ല. ऐसा कभी नहीं होना है. अगर हो सकता तो बचाना उनको, नहीं तो खत्म करना, finishing, because he knows too much.
हाँ जी യെസ് ഓ ദാറ്റ് ഈസ് ഗ്രേറ്റ് താങ്ക് യു പ്രസാദ് ജി जरूर पहुंचता हूं मैं दिल्ली विल सी मी दिस डे itself yes indeed പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഡൽഹിയിൽ എത്തിയേ തീരൂ മന്ത്രിസഭാ വികസനത്തിന്റെ ലാസ്റ്റ് റൗണ്ട് ഡിസ്കഷൻസ് ഞാനവിടെ ഉണ്ടാവണം സൗത്തിൽ നിന്നുള്ള ലിസ്റ്റിൽ ആദ്യത്തെ പേര് ഈ ജയകൃഷ്ണന്റേതാണ് അരെ വാ ശാബാഷ് ബാബാ താങ്ക് യു കേന്ദ്രമന്ത്രിക്ക് മൈ സല്യൂട്ട് ഇൻ അഡ്വാൻസ്. താങ്ക് യു ഡൽഹിയില് ഗോവിന്ദമേനോനെയും കറുപ്പയ്യ തേവരെയും എല്ലാം വരിഞ്ഞു കെട്ടി വരച്ച വരെ നിർത്താനുള്ള തന്ത്രങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടാ കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതങ്ങ് ഏറ്റു. മുതുക്കന്മാർ രണ്ടും ഫ്ലാറ്റ്. സോ ഒന്നുകിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം, അതല്ലെങ്കിൽ നിയുക്ത കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ജയകൃഷ്ണൻ ഇനി ഈ കേരളത്തിന്റെ മണ്ണിൽ തിരിച്ചു കാലുകുത്തേ വിക്രം, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സബ് ബിൽക്കുൽ ടീക്ക് ഹോനാ ചാഹിയേ. ആ പിന്നെ എയർപോർട്ടിൽ എന്നെ സ്വീകരിക്കാൻ നീ ഉണ്ടാവണം മുൻനിരയിൽ. അതെ, യെസ്, പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ കണ്ട് യാത്ര ചോദിച്ചു വേണം പുറപ്പെടാൻ. എങ്കിലേ നാളത്തെ പത്രങ്ങളിൽ പ്രോപ്പർ കവറേജ് ഉണ്ടാവും. യെസ്, ഗ്രാൻഡ്. ജയകൃഷ്ണൻ എംപി സിന്ദാബാദ്, ജയകൃഷ്ണൻ എംപി സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, ജയകൃഷ്ണൻ എംപി സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, ജയകൃഷ്ണൻ എംപി സിന്ദാബാദ്, വീര വീര ജയകൃഷ്ണ, വീര വീര ജയകൃഷ്ണ, വീരയോട് നയിച്ചു. ഗുഡ് മോർണിംഗ് സർ. ബോൺ വോയേജ്. വാട്ട് ദ ഹെൽ ഈസ് ദിസ്? ഏയ് ഡോണ്ട് പാനിക്. പാടില്ല. അതെന്താ, ഈ ആരാധകരുടെയും അനുയായികളുടെയും മുന്നിൽ വെച്ച് ഒരു മോസ്റ്റ് ഒബീഡിയൻ ഡോഗിനെ കണ്ട് നിങ്ങളെങ്ങനെ നടുങ്ങിയെന്ന് വന്നാൽ ദാറ്റ് വിൽ ടെൽ അപ്പോൺ യുവർ സ്പൈൻ. വെറുതെ നട്ടലിന് പേര് ദോഷം ഉണ്ടാവും. എന്ത് പുല്ലാണോ എനിക്കിപ്പോ വേണ്ടത്? ബ്ലെസ്സിങ്സ്. സർവശക്തനായി തിരിച്ചു വരാനുള്ള പുറപ്പാടല്ലേ. അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ മുൻകൂറായി വന്ന് വാങ്ങാമെന്ന് കരുതി. അല്ല സാർ, ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യവിടോ. ജഗൻ നീന്താവ് നേരിട്ട് ചെല്ലുകയല്ലേ പറക്കാൻ. ഏതാകാശ നൗകയും കാത്തുകിടക്കും ദാ ഇവിടത്തേക്ക് വേണ്ടി. സാർ, അത് നാണക്കേട് എനിക്കില്ല. യു മേ പ്ലീസ് ആസ്ക് ദം ടു ഷട്ട് അപ്പ്. സ്റ്റിൽ ബെലിജറൻസ്. അനന്തനെ ജീവനോടെ കയ്യിൽ കിട്ടിയതിന്റെ തിളപ്പാ നിനക്ക്. എനിക്കറിയാം. ബട്ട് ഐ പിറ്റി. നോക്കിക്കോ, ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് he will be a free bird. നിന്റെ ചിറകിനടിയിൽ നിന്ന് അവനെ റാഞ്ചിയെടുത്ത് പറക്കാൻ പറ്റിയ കഴുകന്മാരെ കൂട് തുറന്ന് വിട്ടിട്ടുണ്ട് ഞാൻ. ജസ്റ്റ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദം. ജസ്റ്റ് യെസ്, വിത്ത് പ്ലഷർ. ഗുഡ്. അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഐ സ്റ്റിൽ വാണ്ട് യു. എവിടെ ഏത് കേറിപ്പോയി ഒളിച്ചാലും ഒരു പോരുകാളയുടെ വീറോടെ ഞാൻ തേടിപ്പിടിക്കും. പരിരക്ഷിക്കാനല്ല, ശിക്ഷിക്കാൻ, പീഡിപ്പിക്കാൻ. അന്ന് എന്റെ കരുത്തിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ ഞാൻ ആദ്യം തേടുന്ന എന്തായിരിക്കുമെന്ന് അറിയോ നിനക്ക്? നിന്റെ ഈ തല. കരുത്തിന് മുകളിൽ അന്നോളം നീ ഇത് കാത്തു സൂക്ഷിച്ചോണം, പരിക്കുകളില്ലാതെ. കീപ് ഇറ്റ് ഫോർ മീ. യെസ്, ഐ വിൽ കീപ് ദിസ് ഫോർ യു. പക്ഷേ നീയും വിക്രം ഗോർപ്പടയും വിലക്കെടുക്കപ്പെട്ട കുറെ ഗുണ്ടകളും ചേർന്ന് കൈകോർത്ത് പിടിച്ചാൽ പിന്നെ 14 ലോകങ്ങളും കാൽ കീഴിലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്റെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, നിന്റെ ഈ നാസിയേറ്റിംഗ് മെഗലോമാനിയ, ഇനിയൊരു തവണ കൂടെ മുഖാമുഖം നിൽക്കുമ്പോഴും ഈ വീറും വീരസ്യവുമെല്ലാം ഇതേ അളവിൽ തന്നെ ബാക്കിയുണ്ടാവണമെന്ന് പ്രപഞ്ചത്തിലെ പേരറിയാവുന്ന മുഴുവൻ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചോളൂ ജയകൃഷ്ണൻ. യു വിൽ നീഡ് ദാറ്റ് ഡെയർലി. ആ പിന്നെ ഇതിവിടെ തന്നെ ഉണ്ടാവും നേതാവേ, പരിക്കുകളില്ലാതെ, ഇൻടാക്ട്. പക്ഷേ നിനക്ക് കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനല്ല, നിനക്ക് കെണിയൊരുക്കാൻ. ജസ്റ്റ് ടു ഹാച്ച് യുവർ ട്രാപ്പ്. അന്ന് നിന്റെ അറ്റുപോകുന്ന ആത്മവീര്യം വീണ്ടെടുക്കാൻ ഉണ്ണുന്ന ചോറിന് നന്ദി കാണിച്ചു പഠിച്ചിട്ടില്ലാത്ത ഈ എരപ്പക്കൊടിച്ചികളുടെ മുദ്രാവാക്യം മതിയാവില്ല ജയകൃഷ്ണൻ. നത്തിങ് വിൽ സഫൈസ് ടു സാൽവേജ് യു. കേട്ടോടാ.
കേട്ടോടാ കള്ളം. அனந்த சங்கரையர் ரொம்ப நல்லா தூங்கியாச்சு இல்ல? பட் தட் வாஸ் டூ ஸ்மாலர் டோஸ், അല്ലെങ്കിൽ വെറും ഒരു ടെസ്റ്റ് ഡോസ്. ബട്ട് ഇറ്റ് വർക്ക്സ് അല്ലടാ പട്ടേ. പക്ഷെ നോക്ക്, ഇതങ്ങനെയല്ല. എ വെരി വെരി ഹെവി ഡോസ്. വേണ്ടി വന്നാൽ ഒരാനയെ തന്നെ കൊല്ലാൻ പാകത്തിൽ സ്ട്രോങ്. നിനക്ക് ഓർമ്മയുണ്ടാവും ഡോക്ടർ വിജയിന് കൊടുത്ത ഡോസ് അല്ലേ? അതിത്ര സ്ട്രോങ് ആയിരുന്നു. ഹേയ്, ആവാൻ വഴിയില്ല അല്ലേ? ദാ കണ്ടില്ലേ, വിജയിനെ കുത്തിവെക്കാൻ നീ ഉപയോഗിച്ച അതേ സിറിഞ്ച് തന്നെയായത്. നിന്റെ വിരൽപ്പാട് പതിഞ്ഞ ദ വെരി സെയിം പീസ്. നീ ഇത് അവന്റെ ശരീരത്തിൽ കുത്തിയിറക്കിയപ്പോ അവൻ വല്ലാതെ ഭയന്നുവല്ലേ? പേടിച്ച് വിറച്ച്. അല്ലടാ, or I'll chop off and make you swallow them raw. അരിഞ്ഞെടുത്ത് പച്ചയ്ക്ക് തീറ്റിക്കുന്നില്ല ഞാൻ. പറയില്ലല്ലേ? ശങ്കറും ഘോർപ്പടയും ജയകൃഷ്ണനും പിന്നെ നീയും ചേർന്ന് നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച്, ഈ നാട്ടിലെമ്പാടും കലാപങ്ങൾ ഉണ്ടാക്കാൻ അവർ ഒരുക്കുന്ന പദ്ധതികളെ കുറിച്ച്. Yes, now you will sing like a canary. പറയില്ലേ, നിനക്കറിയാവുന്നത് മുഴുവൻ പറയണം. Come on, all lights. Sound running. All set and perfect. Start now, you. ദാ 1 മണിക്കൂർ 57 സെക്കൻഡ്സ്.
നല്ല ഒന്നാം തരം മധുരത്തേൻ മൊഴി, ടോട്ടലി അൺഇന്ററപ്റ്റഡ് മ്യൂസിക്. ആ ഇനി നീ ഇതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞടാ. ഓ ഗാഡ്, ഞാനത് മറന്നു. സോറി കേട്ടോ, ഇവന്റെ മുറിവൊക്കെ ഒന്ന് കുത്തിത്തച്ച് വെക്കണം. ഒരല്പം ബ്രൂട്ടലായി. ആ ബ്രൂട്ടലായ മതിയാവുമെന്നറിയാം. അതുകൊണ്ടാ ഇവനെ മെരുക്കാൻ നിന്നെപ്പോലെ ഒരു ക്രൂരനെ തന്നെ വിളിച്ചു വരുത്തതല്ലടാ. ആ ലുക്ക് ജോസഫ്, ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ ഇവനെ പാക്ക് ചെയ്ത് എനിക്ക് ബോംബെക്ക് എത്തിച്ചേരണം. സാലേക്കാ ഇത്തന ജറൂരത് ഹേ വഹാം പേ. ദാവേ, ഈ കഴിവേറിയെ കൊത്തിക്കൊണ്ട് എന്ന് അവിടുത്തെ IB ചീഫിന്റെ മുന്നിലിട്ട് കൊടുത്താൽ മതി. ആ കളവൻ പ്രസാദിക്കും. ഇപ്പൊ ഉടക്കി നിൽക്കുന്ന എന്റെ പ്രൊമോഷൻ ജൂക്ക നീങ്ങി പോരും. കേട്ടല്ലോ? നോക്ക്, ഇപ്പൊ തന്നെ പുറപ്പെട്ടില്ലെങ്കിലേ നിന്നെ കൊത്തിയെടുക്കാൻ നിൽക്കാതെ ബോംബെ വിമാനം ജൂക്കെന്നൊക്കെ പറക്കും. ഓ ഗോഡ്, am I late? Yes, you are. Prasad, drop him. Sir, bye boss. Bye. പോട്ടെടാ. ഓക്കെടാ. And be back fast. മാനം, പോട്ടെ. Come on man, let's dash. തനി ഇടിയം പോലീസ്, സെയിം ഓൾഡ് കോൾഡ് ബ്ലഡഡ് കോപ്പ്. അക്കാഡമിന്ന് ടാറ്റ പറഞ്ഞ് പിരിയുമ്പോ കണ്ട അതേ പിരിവിരും. ആ സഞ്ജയ്, നമ്മൾ ഈ അനന്തനെ എന്ന് തന്നെ ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നു. ടു എ സേഫർ ഹോൾ. യെസ്. നാളെ കഴിഞ്ഞ് ഇവനെ കോടതിയിൽ ഹാജരാക്കുന്നെന്നറിയുമ്പോൾ ഇവന്റെ രക്ഷകൻ ഒരു പക്ഷേ ഭ്രാന്ത് പിടിച്ചേക്കും. He might get real dirty.